ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ, അതായത് 2 ഡിജിറ്റ് നമ്പർ എന്താണ്? 10. It should be, right? Yeah. അല്ലേ? Yeah. Then why are you doubtful? Yeah. It should be 10. Yeah, അല്ലേ, it's ക്രിസ്? 10. അല്ലേ? 10. കുട്ടിക്കാലം തൊട്ട് പഠിക്കണല്ലേ? അവിടെ ആലോചിച്ചില്ല. ഞങ്ങൾ കുസൃതി ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ അങ്ങനെ നല്ല സ്ട്രൈറ്റ് ചോദ്യങ്ങൾ ഇല്ല, straight നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. 10 is the right answer. പക്ഷേ 10 കിട്ടിയിരിക്കുന്നത് എത്രയാണെന്ന് അറിയോ? 30 seconds ടൈം. അവിടെ പോയി ഷോപ്പ് ചെയ്യാൻ. Who's going? ക്രിസ് വേണോ? ക്രിസ് കാരണമുണ്ട്. അതെ. പാചകത്തിന്റെ ആളാരാ? ക്രിസ് അല്ലേ? അതെ. കറക്റ്റ് ആയിട്ട് സാധനത്തിന്റെ വില അറിയാം അല്ലേ ക്രിസ്? അത്യാവശ്യം. അപ്പോ ഓടൂ, വാരൂ, നേടൂ. Go! Thank you. വേഗം അയക്കോ. കോഫി പൗഡർ 1000 രൂപയിൽ താഴെ ആയിരിക്കണം. You have 20 seconds more. You have 50 seconds. Going? Okay, bye. ഷെഫേ, അതിന്റെ ആവശ്യമുള്ളൂ. പരിപാടികൾ 10 മിനിറ്റ് 10 സെക്കൻഡ് ബാക്കിയുള്ളപ്പം ആവശ്യത്തിന്റെ സാധനം കഴിഞ്ഞു. 500, 700 should be around 800. അതും സ്നേഹമുള്ള ആളാണ്. ഒരു 4 കിറ്റ്കാറ്റ് എടുത്തിട്ട് ഓ മിടുക്കൻ. 25 rupees for one. Okay? Into 400. മടിച്ചില്ല. കാപ്പിയുടെ കാര്യത്തിൽ രണ്ടുപേരും ഏതാണ്ട് കണക്കൊക്കെയാണ്. Let's see. 375. Total 475. Last item. അവിടെ ബോൺ വിറ്റിയെങ്കിൽ ഇവിടെ ഒരു കുടുംബത്തിലുള്ള ആൾക്കാർ 299. അതായത് 475 plus 300 ഏതാണ്ട് 774. 774. ഇത്ര സേഫ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരെ നമുക്ക് ഇഷ്ടമല്ല. Congratulations, you win this. Good job. ഷെഫ് ഇപ്പൊ എങ്ങനെയാണോ? ഭയങ്കര സേഫ് ഗെയിമാണ് എപ്പോഴും. Yeah, എപ്പോഴും safe game ആണ് കളിക്കുന്നത്. നമ്മുടെ ഫുഡിലൊന്നും നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല അല്ലേ? പറ്റില്ല. Which is your favorite dish? What is the one favorite dish? I like to cook meat. Meat ആണ്? Yeah. Which one? Beef. Beef. Yeah. Steaks ആണോ? Steaks ആണ് കൂടുതലും. ആണോ? Yeah. You're a steak chef? Yeah. Briskets ഒക്കെ ഉണ്ടാക്കുമോ? Briskets ഉണ്ടാക്കാറ്. Smoke സ്മോക്കിയോ? Smoke ചെയ്യാറുണ്ട്. വീട്ടിൽ സാധനം ഉണ്ടോ? Yeah, smoke എപ്പോഴാണ് നമ്മളെ വീട്ടിലേക്ക് വിളിക്കുന്നത്? എപ്പോഴാണെങ്കിലും always. വിധിൻ ചേട്ടൻ പോകുമ്പോ ഞങ്ങളും കൂടി വന്നോട്ടെ. പിന്നെ നമ്മളൊരു കുടുംബമായിട്ടല്ലേ പോകുന്നത്. ഓക്കെ, രണ്ടിലൊന്നറിയാം. ഈ റൗണ്ടിൽ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ബസർ ഒന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ ചോദ്യമാണ്. അതിന് ആ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ഓഡിയോയോ വീഡിയോയോ പിക്ചറോ ഒക്കെ ആവാം. ഓക്കെ, അതൊക്കെ നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. അതിനെ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ്. ഇതിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഉത്തരം പറയരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ടീമുണ്ട് ഇവിടെ. ആരെന്നറിയോ? ഓഡിയൻസ്. കാരണം നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ദിസ് വിൽ പാസ് സ്ട്രൈറ്റ് ടു ദ ഓഡിയൻസ് ആൻഡ് ദേ ഗെറ്റ് ടു പ്ലേ. ഓക്കെ, ഫസ്റ്റ് ആരിൽ തുടങ്ങാം? നേരത്തെ നിങ്ങളാണ് ഫസ്റ്റ് ആദ്യം ഉത്തരം പറഞ്ഞത് അല്ലേ? അപ്പൊ നേരെ നമുക്ക് ഇവിടെ തുടങ്ങാം. ക്രിസ് ആൻഡ് ഷിപ്പി, ഗെറ്റ് റെഡി. യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സ്റ്റില്ലാണ്, ശ്രദ്ധിച്ച് കാണുക. അതിന്റെ ഫീച്ചേഴ്സും എല്ലാം നോക്കിക്കോളൂ കേട്ടോ. ചിലപ്പോൾ മൈ ബി എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദാറ്റ്. ചിലപ്പോൾ വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആവാം. ബട്ട് ലെറ്റ്സ് സീ യുവർ ഒബ്സർവേഷൻ സ്കിൽസ്. സ്റ്റിൽ പ്ലീസ്. റെഡി? മുഴുവനായിട്ട് കണ്ടല്ലോ. ആനയുടെ മേലെ ഇട്ടിരിക്കുന്ന സാധനങ്ങളിലേക്ക് എല്ലാം ഇതെല്ലാം കണ്ടോ? എല്ലാം കണ്ടോ? അതിനകത്ത് വേറെ മൃഗങ്ങളുള്ളതൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ചില്ലേ? ഓ മൈ ഗോഡ്, നിങ്ങൾ ശ്രദ്ധിച്ചു? പക്ഷെ പറയണ്ട കേട്ടോ. ശരി, ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിന് ബേസിലുള്ള ക്വസ്റ്റ്യൻ. കേരളത്തിന് പുറമെ ഏത് സംസ്ഥാനത്തിന്റെ ബെസ്റ്റ് സർവീസിനെയാണ്, നിങ്ങൾക്കില്ല ചാൻസേ ഇല്ല ഇതിനകത്ത്, കേരളത്തിന് പുറമെ ഏത് സംസ്ഥാനത്തിന്റെ ബെസ്റ്റ് സർവീസിനെയാണ് KSRTC എന്ന് വിളിക്കുന്നത്? കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അതൊക്കെ മാറിയിട്ട് എത്ര നാളായെന്നറിയാം? അതൊക്കെ മാറിയിട്ട് എത്ര നാളായെന്നറിയാം? ആ കേസ് നമ്മൾ ജയിച്ചില്ലേ? അറിയത്തില്ലായിരുന്നു. ഉറപ്പാണോ? ഉറപ്പാ, 100%. കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും KSRTC എന്നാണ് അറിയപ്പെടുന്നത്. Yes. ഇത് KSRTCയുടെ ലോഗോ ആണെന്ന് അറിയായിരുന്നോ നേരത്തെ കണ്ടപ്പോ? അല്ലെ? പിന്നെ ഇതിനകത്ത് നിങ്ങൾ ഇത്രയും ഉറപ്പ് പറയണ സ്ഥിതിക്ക് അങ്ങ് ഉറപ്പ് തരാല്ലേ? റൈറ്റ് ആൻസർ കിട്ടിയില്ല. നമ്മുടെ പ്രാർത്ഥനയൊക്കെ വേസ്റ്റ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.